47 അങ്ങനെ നമ്മൾ UEFA യൂറോപ്യൻ ലീഗിന്റെ ഫൈനൽ തോറ്റിരിക്കുകയാണ്. ടോട്ടനുമായിട്ട് കോഴിക്കൊത്ത് കൊന്നിരിക്കുകയാണ് നമ്മളെ. അധപ്പതനമായിരുന്നു നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് എന്ന് പറയാനുള്ളത്. എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് ആർക്കും അറിയുന്നില്ല. സ്റ്റാർട്ടിങ് 11 അമറിൻ കിട്ടിയ സ്റ്റാർട്ടിങ് 11 തൊട്ട് നമുക്ക് ഇതാണ്. അപ്പം ഈ ഒരു തോൽവിയിൽ നിന്ന് നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒഫീഷ്യലി ഒരു മിഡ് ടേബിൾ ക്ലബിലോട്ട് പതിച്ചിരിക്കുന്നു എന്നാണ്. വേറൊന്നുമല്ല, ഇനി നമ്മൾ ട്രാൻസ്ഫർ ബഡ്ജറ്റ് മാറും. നമ്മൾ ഒന്നാമത് നല്ല അറിയാൻ മേലാത്ത കുരങ്ങൻ്റെ പൂമാല കിട്ടിയ പോലാണ് നമ്മുടെ ക്ലബ്ബ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ തനി കുരങ്ങൻ്റെ തന്നെ ഒരു പൂമാല കിട്ടിയ സ്ഥിതിക്ക്, കുരങ്ങന്മാരിൽ തന്നെയാണ് 2 കുരങ്ങന്മാരുടെ പൂമാല കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 2 കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഈ പൂമാല എന്താക്കുമെന്ന് അറിയാൻ മേല. അപ്പം നമുക്ക് ട്രാൻസ്ഫർ ബഡ്ജറ്റ് ക്രമാന്വയമായി കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മേജർ ഔട്ട് ഗോയിങ് ആയിരിക്കും വരുന്നത്. കാരണം നമുക്കിത് ജയിച്ചിരുന്ന എനിക്ക് 100 മില്യൺ എങ്ങാണ്ട് നമുക്ക് ഫുള്ള് എമൗണ്ട് എങ്ങാണ്ട് കിട്ടുമായിരുന്നു. അപ്പം അത് റൈസ് ചെയ്യുമായിരിക്കും. അപ്പം അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം എനിവേ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം പറയേണ്ടത് നമ്മുടെ അമറിമിൻ്റെ പറ്റിയ തെറ്റുകളാണ്. ഈ മേസൺ മൗണ്ടിനെ, ലൂക്ക് ഷോയിനെ എന്തർത്ഥത്തിലാണ് മെയിൻ 11-ൽ കളിപ്പിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആദ്യത്തെ കാര്യം, ലൂക്ക് ഷോ ഇഞ്ചുറായി. ഈ സിസ്റ്റത്തിൽ കളിക്കാൻ എന്തിനാണ് അമർ ലൂക്ക് ഷോനെ അടുത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം പുള്ളി ഇഞ്ചുർഡായിട്ട് വന്ന് പുള്ളി കളിച്ച് ആ ഒരു സിസ്റ്റവുമായിട്ട് വന്നിട്ടില്ല. ഇണങ്ങിച്ചേരാത്തൊരു പ്ലെയറാണ്. നിങ്ങൾക്ക് ഡെലോട്ട് ബെഞ്ചിലുണ്ടായിരുന്നു, ഡെലോട്ടിനെ എടുക്കാമായിരുന്നു റൈറ്റ് വിങ് കളിക്കും. മസ്റാവി ബാക്ക് 3 കളിച്ചോളുമായിരുന്നു, യൂറോയും മക്കൂറിൻ്റെയും കൂടെ. അതൊന്നും. പിന്നെ മേസൺ മൗണ്ട്, ഗർണാജോനെ പോലെ ഒരു പ്ലെയർ ഇരിക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാത്ത മേസൺ മൗണ്ടിനെ എന്തിന് ടീമിലെടുത്തു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മേസൺ മൗണ്ടും ആ ടീമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ്. പുള്ളി ഒത്തിരി ഇഞ്ചുറി പോയി എന്നിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അത് രണ്ടുമാണ് അമറിമിൻ്റെ മെയിൻ 11-ൽ തന്നെയുള്ള പ്രശ്നമാണ്. പിന്നെ നമ്മുടെ സിസ്റ്റം ഇപ്പോഴും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുന്നു. അതെന്താകും, എവിടെ പോകും എന്ന് നമുക്കറിയത്തില്ല. ട്രാൻസ്ഫറിൻ്റെ കഴിഞ്ഞ് പുള്ളിയുടെ പ്ലേയേഴ്സ് വരുമ്പോൾ സിസ്റ്റം ഇമ്പ്രൂവ് ആയിരിക്കും, അതും നമുക്കറിയത്തില്ല. ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു? പിന്നെ നമ്മുടെ ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസ്. റൈറ്റ് വിങ്ങിൽ കൂടെ നമ്മൾ സ്പ്രിന്റ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്, സ്പ്രിന്റ് ചെയ്ത് കയറുന്നു. ലെഫ്റ്റ് വിങ്ങിൽ കൂടെ നമ്മൾ സ്പ്രിന്റ് ചെയ്ത് കയറുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്കും അറിയാൻ മേല, എന്നായിരുന്നു മാനേജറിനും അറിയാൻ മേല, പ്ലേയേഴ്സിനും അറിയാൻ മേല. പിന്നെ ഓപ്പോസിഷൻ ടീമിന് സുഖമായിരുന്നു. ബസ് പാർക്ക് ചെയ്യാൻ നിൽക്കുക, ഒരു ഗോൾ വീണ് കഴിയുമ്പോൾ ബസ് പാർക്ക് ചെയ്യാൻ നിൽക്കുക, ഇത് തന്നെ പരിപാടി. അതെന്തും ചെയ്യില്ല. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്പ്രിന്റ് ചെയ്യുന്നത്, റൈറ്റിൽ നിന്ന് സ്പ്രിന്റ് ചെയ്ത് ചെയ്യുന്നത്. നമ്മൾ എത്ര ചാൻസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നമ്മുടേതെന്ന് പറയാൻ എനിക്ക് 1-2 ചാൻസ്. കാരണം നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിലും നമ്മളെക്കാളും ചാൻസസ്, നമ്മൾ ത്രെറ്റൻ ചെയ്യുന്ന ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ആ സമയത്ത് ടോട്ടൻഹാം കളി തുടങ്ങി നമ്മുടെ ഈ ബോൾ ഉള്ളപ്പോൾ അവർക്ക് കിട്ടുന്ന അവസരം, അവർക്ക് കിട്ടുന്ന സ്പേസ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇത്. ഇനി ഓവറോൾ ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ഒനാനെ ഒന്നെങ്കിൽ ഇവർ പുറത്താക്കണം, അല്ലെങ്കിൽ ഫാൻസ് തല്ലി പുറത്താക്കണം. ഒനാന എന്തോ ഒരു ട്രോമയിലാണ്. പുള്ളിക്ക് ഇനി ഇത് തിരിച്ചറിവില്ല. വി ഷുഡ് സെൽ ഒനാന. നമുക്ക് റീപ്ലേസ്മെന്റ് ഗോളിയെ കണ്ടേ പറ്റൂ. കാരണം ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒനാനയ്ക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാലും അതിനകത്ത് ഒരു പഞ്ച് ചെയ്യാൻ വേണ്ടി പുള്ളി പുറത്തോട്ട് വന്നിട്ട് പുള്ളി പഞ്ച് ചെയ്ത് വിട്ടു. അതായത് പുള്ളി ബോക്സിന് പുറത്ത് വന്നിട്ട് മസ്റാവി കറക്റ്റായിട്ട് സൊലങ്കിനെ റീഡ് ചെയ്തുകൊണ്ടാണ് മസ്റാവി അത് എന്നായിരുന്നു ബോൾ ഹെഡ് ചെയ്ത് മാറ്റിയത്. അല്ലെങ്കിൽ അത് അതിനൊരു ഓപ്പർച്യൂണിറ്റി പോസ്റ്റ് ആയിരുന്നു. അതൊന്നും. പിന്നെ ലെഫ്റ്റ് വിങ് ഡോഗു യങ് പ്ലെയർ ആണ്, ഒന്നും പറയാനില്ല. ബിലോ ആവറേജ് പെർഫോമൻസ്. യൂറോ ആവറേജ് പെർഫോമൻസ്. മഗ്ഗർ കുഴപ്പമില്ലായിരുന്നു, ആവറേജ് പെർഫോമൻസ്. റൈറ്റ് വിങ് മസ്റാവി ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. മിഡിൽ ബ്രൂണോ പതിപോലൊന്നുമില്ല, ബിലോ ആവറേജ് ആയിരുന്നു. ഞാൻ ബ്രൂണോ കണ്ടിരിക്കുന്ന ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള ഒന്നായിരുന്നു ബ്രൂണോയുടെ ഇന്നത്തെ. കസമീറോ വാസ് ഓക്കെ. പിന്നെ മൗണ്ട് ബിലോ ആവറേജ്. വലിയ പ്രത്യേകിച്ച് എനിക്കൊരു ഇമ്പാക്റ്റ് ഒന്നും മൗണ്ട് ചെയ്യുന്നതാണ് ഈ പെർഫോമൻസ്. ഇവർ ഇമ്പാക്റ്റ് വേണ്ട ഫീൽഡിൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത പെർഫോമൻസ്. റബിക്ക് അഹമ്മദ് ഓക്കെ ആയിരുന്നു, പക്ഷേ ചാൻസസ് ഈ പുള്ളിക്ക് അവനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫോർവേഡ് റാസ്മുസും സ്ഥിരം പല്ലവി തന്നെ. റാസ്മുസ് നമുക്കിപ്പോൾ എന്തായാലും ഒരു സ്ട്രൈക്കറേയും ഒരു മിഡ്ഫീൽഡറിനെയും എന്നായിരുന്നു ഒരു ഗോളിനെ എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ ഒരു സ്ട്രൈക്കറേയും വേണം. ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളിലോട്ട് വരാം. ഇനി UEFA അതോടെ ഇന്നത്തെ ഒരു ദിവസത്തോട് നമ്മൾ അടുത്ത വർഷം UEFA ഒരു ലീഗിൽ നമ്മളില്ല എന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കും. ഇനി അത് പറഞ്ഞിരിക്കുന്ന മാത്രമല്ല അതിൻ്റെ പ്രശ്നം, അതിനകത്തിന് വേറൊരു വലിയ പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം.
നമ്മുടെ പ്രൈസ്, നമ്മുടെ ട്രാൻസ്ഫർ ബിസിനസ് വാസ് ബേസ്ഡ് ഓൺ അവർ ഫൈനൽ. ഈ ഫൈനൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ കപ്പടിച്ചിരുന്നെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ബഡ്ജറ്റ് വേറെ ഒരു ലെവലിലോട്ട് പോയാണ്. ഇനി അത് നമ്മൾ പ്ലെയേഴ്സിനെ സെല്ല് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യത്തിലോട്ട് നമ്മുടെ ക്ലബ്ബ് നമ്മളെ കൊണ്ടാക്കിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ക്ലബ്ബ് അറിയാമല്ലോ, നമ്മുടെ ക്ലബ്ബിൻ്റെ ഓണേഴ്സിന് ഒരു ഫുട്ബോൾ ക്ലബ്ബ് എങ്ങനെ നടത്തണമെന്ന് അറിയാമല്ലാതെ നടത്തി നമ്മളെ ഒരു ഒഫീഷ്യൽ മിഡ് ടേബിൾ ക്ലബ്ബായിട്ട് നമ്മളെ തരം താഴ്ത്തിയിരിക്കുന്നുള്ള സന്തോഷ വാർത്ത ആയിരുന്നു നിങ്ങളെല്ലാം അറിയിക്കുന്നു. ഇനി ഇങ്ങനെ ഇവന്മാർ നടത്താൻ തുടങ്ങിയാൽ അധികം വൈകാതെ നമ്മളെ നടത്തി ഇവന്മാർ നമ്മളെ റിലിഗേഷൻ ബാറ്റിൽ ടീമിലോട്ട് തണുനിർത്തുന്നതായിരിക്കും. ഇനി എങ്ങനെ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യും? ബ്രൂണോവിനെ എന്തായാലും വിട്ടിരിക്കും. ബ്രൂണോ ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രൂണോനെ ഹോൾഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. 120 മില്യൺ യൂറോ സൗദിയിൽ നിന്ന് ഓഫർ വന്ന സ്ഥിതിക്ക് എന്തായാലും ബ്രൂണോനെ വിൽക്കുന്നതായിരിക്കും. ബ്രൂണോ ഇസ് ഗോൺ. ബ്രൂണോനെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഓവറോൾ ഗ്രോത്തിനും ബ്രൂണോനെ നിർത്താൻ പറ്റത്തില്ല. നമ്മൾ റീപ്ലേസ്മെന്റ് നടത്തേണ്ട ഒരു പിന്നുള്ളത് ബ്രൂണോനെ നിർത്താൻ പറ്റത്തില്ല. പിന്നെ നമ്മളൊരു ഗർനാച്ചോ ഇന്നലെ മാനേജറിനെതിരെ മൂൺ ചെയ്തായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു, പുള്ളി എന്നായിരുന്നു 20 മിനിറ്റ് തന്നുള്ളൂ, ഞാൻ ഇത്രയും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഗർനാച്ചനെ പ്ലെയറിനെ ലിഫ്റ്റിങ് ഇറക്കാനുള്ളതിന് പുള്ളിനെ അഹമ്മദും ഗർനാച്ചും കൂടെ ഇരിക്കുമ്പോൾ കളി ഒരു വേറെ വൈബിലോട്ട് പോകുന്ന ഒരു സമയം. ഇവരെന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇത് എന്തെങ്ങോട്ടാണ് പോകുന്നത്? ഇന്റർനാഷണൽ അടുത്ത സീസണിൽ ഇനി എന്താവും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എന്നാ പറയുന്നത്, പിന്നെ ബ്രൂണോയും ഗർനാച്ചോ. അപ്പം ബ്രൂണോയുടെ ഒരു 120 മില്യൺ യൂറോ കിട്ടും, ഗർനാച്ചോയ്ക്ക് ഒരു 50 മില്യൺ യൂറോ കിട്ടും. മൊത്തം 120 മില്യൺ യൂറോ. അതാ അങ്ങനെ പ്ലെയേഴ്സ് വാല്യൂയിൽ നിന്ന് കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാരാന്നറിയോ? ഒന്നെങ്കിൽ ലിവർപൂൾ ആയിരിക്കണം, അല്ലെങ്കിൽ എന്നായിരുന്നു എവർട്ടൺ പോലുള്ള ക്ലബ്ബാണ്. നമ്മൾ അങ്ങോട്ട് തരം താഴ്ത്തിയിരിക്കുന്നു. നമ്മൾ ഇങ്ങനല്ലേ, നമ്മൾ ഡെറ്റ് ഫ്രീ ക്ലബ്, ഗ്ലേസിയസിൻ്റെ അഹങ്കാരം.